ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അറയാഞ്ഞിലിമണ്ണിൽ ക്രോസ് വേയിലാണ്. കണ്ട അറയാഞ്ഞിലിമണ്ണ് പാലം മുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം വരവാണ് വരുന്നത്. ഒരുപാട് തടികളൊക്കെ നമ്മുടെ പാലത്തിൽ തങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. ചേട്ടാ ഇവിടെ പോയാട്ടോ വെള്ളം കയറിയേ? സന്ധ്യയായ പിന്നെ അപ്പോൾ തൊട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കുക. വെള്ളം താഴുന്നില്ല, ഒരേ കണ്ടീഷൻ നിൽക്കുമോ? അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ? അതോ പോകാൻ പറ്റത്തില്ലല്ലേ? എങ്ങനെയാ പോകുന്നത്? നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തന്നെ. അവിടെ ഒരുപാട് വീടുകളുണ്ടോ? അവിടെ 650 വീടുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുക. നാട്ടുകാരിവിടെ പാലം പണിയാനായിട്ട് താഴെ തൂക്കുപാലം വലുതാ പൊക്കി പണിയാനായിട്ടൊക്കെ തീരുമാനിച്ചതാണ്. അത് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടികളി വെച്ച പരിപാടികൾ വേണ്ടെന്ന് ഇല്ലാതായിപ്പോയി. ഇപ്പോൾ ആർക്കും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു ആശുപത്രി കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ അവസ്ഥ തന്നെയാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇവിടുത്തെ ഒറ്റപ്പെട്ട് കിടക്കുമോ? അങ്ങനെ ഒരു കടയോ ഉള്ള അവിടെ ആ പാട ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്തെ സാധനം കൂടെ തീർന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ദുരിതമായിരിക്കും. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ടോംസ്. നമ്മളെ ചേട്ടനെ കണ്ട ഈ റോഡിൽ തങ്ങി നിൽക്കുന്ന തടികളെല്ലാം എടുത്ത് കളയുകയാണ്. കണ്ട പക്ഷെ ഭയങ്കര പാടാണ്. നല്ല വെയിറ്റ് ഉണ്ട്. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പം എങ്ങനെയല്ലേ വെള്ളം ഇറങ്ങി പൊട്ടുന്നത്. ഇതുണ്ടോ നല്ല രീതിയിലുള്ള വെള്ളം വരവാണ്. കണ്ടോ എന്നിട്ട് ചേട്ടൻ ഒഴുക്കി വിട്ട തടി ഇതാണ്ട് പോകുന്നുണ്ട്. കണ്ടോ ഇതേ പോകുന്നുണ്ടോ? ഭയങ്കര വെള്ളമാണ്. കണ്ടോ ഭയങ്കര വെള്ളം. ഉണ്ടോ ചേട്ടാ? വെള്ളം കൂടുവാണോ കുറയുവാണോ? ചേട്ടാ ഇങ്ങോട്ട് വന്നേ ഒരു മിനിറ്റ്. ഈ വെള്ളം ലെവല് കൂടുകയും കുറയുകയും ഒന്നും ചെയ്യുന്നില്ല. ഒരേ പരുവത്തിൽ തന്നെ നിൽക്കുവാണ്. ആണ് ആളുകൾ ഒരുപാട് പെട്ട് കിടക്കുമല്ലേ? ഒത്തിരി പെട്ട് കിടക്കും. അവർക്ക് ഇക്കരെ കയറാൻ ഒരു മാർഗമില്ല. ഈ ഒരു റോഡേ ഉള്ളൂ, ഈ ഒരു പാലമേ ഉള്ളൂ. ഇരിക്കടയ്ക്കും കണ്ട് ഇതിന്റെ കൈവരികളൊക്കെ പിടിപ്പിച്ചാന്ന് തോന്നുന്നല്ലോ. പുതിയതായിട്ട് പിടിപ്പിച്ചാന്ന് തോന്നുന്നു. 2018 മൊത്തം വെള്ളപ്പൊക്കത്തിന് കൈവരിയെല്ലാം പോയായിരുന്നു. പൂർണ്ണമായിട്ട് നശിച്ചു പോയായിരുന്നു. എന്നിട്ട് പുതിയതായിട്ട് പിന്നെ പിടിപ്പിച്ചല്ലേ? ചേട്ടൻ ഇവിടാണോ താമസിക്കുന്നത്? ഇവിടെ ഇക്കരയാ. ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ഏകദേശം എത്ര വീടുകളുണ്ട്? ഇവിടെ 500 വീട്ടുകാരുണ്ട്. അവർക്ക് വേറെ കടകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? കടകളുണ്ട്, ഹോസ്പിറ്റലും ഒന്നുമില്ല. എന്തെങ്കിലും എമർജൻസി വന്നാൽ ഒരു രക്ഷയില്ലല്ലേ? ചേട്ടൻ ഇവിടാണോ അക്കരയാണോ താമസിക്കുന്നത്? എവിടെ കിടന്നാ ഓടുന്നേ? അല്ലേ? ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ വെള്ളം വരവ്? എങ്ങനെയുണ്ട് വെള്ളം വരവ്? ഇത്ര കുറഞ്ഞു നിൽക്കുവാണ്. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല വെള്ളം വരവായിരുന്നോ? ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മധു. ചേട്ടൻ ഇവിടാണോ അവിടാണോ താമസിക്കുന്നത്? ഞാൻ ഇവിടെ ഇടകത്തിപ്പാവും അല്ലേ? അപ്പം അവിടെ അത് ഏത് പഞ്ചായത്താ ചേട്ടാ? ഏത് പഞ്ചായത്തിൽ പെടുന്ന? അവിടെ പെരുന്നാട് പഞ്ചായത്തല്ലേ? പെരുന്നാട് പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ്. ഒത്തിരി വെള്ളം കുറയും അല്ലേ? രാവിലത്തെ കാട്ടിൽ ഒത്തിരി വെള്ളം കുറഞ്ഞിരിക്കും. മഴ എങ്ങനെയുണ്ട്? മഴ ഇപ്പം ഒന്ന് ശാന്തമായല്ലേ? രാവിലെ ഇത്തിരി മഴ കുറവായിരുന്നു. ചേട്ടൻ അവിടുത്തെ തടികളെല്ലാം പിറക്കി കളയുമല്ലേ? പാലത്തെ തങ്ങിയിരുന്ന വേലിയെല്ലാം കൂടെ അടുത്ത തടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വേലിയെല്ലാം കൂടെ ഇടിച്ചു പോയാലേ. അല്ല ഈ തടികളെല്ലാം കെട്ടിക്കിടക്കാൻ ഫോഴ്സ് പിന്നെയും കൂടും. പാലത്തിലോട്ടെ ഫോഴ്സ് പിന്നെയും കൂടും. കഴിഞ്ഞ പ്രളയ സമയത്ത് 80-90 വലിപ്പമുള്ള തടി വന്ന് കിടന്ന അത് ഇതിൻ്റെ അടിയുടെ തേജ കൂടെ ഈ പാലം ഈ കോൺട്രാക്ടർ എടുത്തവർ ഇത് മുറിച്ച് മാറ്റി ഫോറസ്റ്റുകാർ എടുക്കല്ലെന്ന് പറഞ്ഞിട്ട് പോയത്. അതെല്ലാം അടിയാ ഒലിച്ചു പോയി കാണും. എന്താ പേരെന്താ? ഷിജിത്ത്. ഇവിടാണോ അവിടാണോ? ഞാൻ അക്കരെ ഉള്ള. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഇക്കരെ പോയതല്ലേ? നമ്മുടെ ഇവിടം വരെ നമ്മളെ കുണ്ടക്കയം വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും നമ്മൾ പാലത്തെ വെള്ളം കയറി കിടക്കുക. 12 വരെ നോക്കി, എന്നിട്ടും വെള്ളം കുറഞ്ഞില്ല. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി തങ്ങി. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് ഇവിടെ വന്ന് കഴിച്ചല്ലേ? അത് എല്ലാ കൊല്ലവും ഇതുപോലൊക്കെ തന്നെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ വെള്ളമായിരിക്കും. നമ്മളിവിടെ വല്ലതൊക്കെ തങ്ങി
നമ്മൾ വെള്ളം കുറയുമ്പോൾ പോകും. ഇതെന്താ പഠിക്കുകയാണോ അതോ ജോലിയാണോ? ജോലിയാണ്. ഞാൻ അക്കരെ താമസിക്കുന്നു. ഇപ്പം അവിടെ ഏകദേശം എത്ര വീടുകളുണ്ടെന്ന് അറിയാൻ പറ്റുമോ? അവിടെ ഒരു 600-700 വീടുകളും ഉണ്ടല്ലേ? അപ്പോൾ ഇവർക്ക് വേറെ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. അവിടെ ഇപ്പം മഴ ഇതുപോലെ പെയ്യുന്നു ഏതൊക്കെയാലും അറിയാം. അപ്പോൾ അക്കരെ ഡോക്ടറോ കാര്യങ്ങളോ ഒരു ഫാർമസി എന്തെങ്കിലുമൊക്കെ സർക്കാർ അനുവദിക്കേണ്ടതാണ്. ഒരു കാര്യമില്ല. ഈ താഴെ പാലം പണി ജനകീയ പാലം പണി തുടങ്ങിയതാണ്. അത് മുടക്കിയിട്ട് അവർ സർക്കാർ പാലം കൊണ്ടിരുന്നു പറഞ്ഞു. ഇതുവരെ അനക്കമൊന്നുമില്ല. എല്ലാ നാട്ടുകാരനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. കാട്ടും കാടാണ്, ചുറ്റും കാടാണ്. വേറെ ഒരു മാർഗമില്ല. ആക്കരെ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുണ്ട്, വൈഫുണ്ട്. അപ്പം കുഞ്ഞിനൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ആശുപത്രി കൊണ്ടുപോകണം. ഈ ഒരു സാഹചര്യത്തിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ പാലം കയറി ഇക്കരെ വരവും നടപടിയുള്ള കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഇങ്ങനെയാണ്. എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ വരുമ്പോഴേ അറിയാം. ശീലത്തിന് എന്താണ് അധികാരികളോട് പറയാനുള്ളത്? അവരോട് പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാര്യം നല്ല ചെയ്യുക, അതേ ഉള്ളൂ. നല്ല ചെയ്യുക. 600 വീട്ടുകാർ പെട്ട് കിടക്കുക. ഇത് കാണണം, കണ്ട് ഇത് അധികാരികൾ കാണണം. മാക്സിമം കാണണം. ഈ വീഡിയോ മാക്സിമം അധികാരികൾ കാണണം. അധികാരികൾ വേണ്ട നടപടികളെല്ലാം ഇതിനെടുക്കണം. ഇത് എല്ലാ തവണ വാക്ക് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഇപ്പം ഓരോ കാര്യങ്ങളും ഇതുപോലാണ്. വോട്ടിൻ്റെ സമയത്ത് മാത്രം നമ്മളെ തേടി വരും അല്ലേ? അല്ലാതെ ഇപ്പം വേറെ ഒരു കാര്യത്തിനും ഇങ്ങനെ ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു വണ്ടി രാവിലെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. വേറെ ആരെയും കണ്ടില്ല. പിന്നെ അക്കരെ കറണ്ടില്ല. അക്കരെ ഇപ്പോൾ ഇത് പാലം ഇപ്പം വെള്ളം ഇറങ്ങിയാൽ മാത്രമേ ലൈൻമാന്മാർ അക്കരെ കയറാൻ കേസരിക്കാർ വന്നായിരുന്നു, കയറാതെ. ഇപ്പം ഇവിടെ ഇപ്പോൾ ലൈനൊക്കെ ഇതുവഴിയാണ് വരുന്നത്. അത് പഴയ തൂക്കുപാലത്തിൻ്റെ പില്ലറാണ്. അവിടെ തന്നെ പണി. അതും തൂക്കുപാലവും പണിതില്ല. അത് ഇല്ലില്ല, തൂക്കുപാലം പണിതില്ല. നമ്മൾ ഇപ്പോൾ തൂക്കുപാലം പണിയാൻ വേണ്ടി എസ്റ്റിമേറ്റ് എടുത്തെല്ലാം കാര്യങ്ങളെല്ലാം ഓടിച്ചെടുക്കുന്നത്. അപ്പോഴാണ് സർക്കാർ അത് സ്റ്റേ ചെയ്തുകൊണ്ട് അവർ വന്നോളാമെന്ന് പറഞ്ഞ് ഫില്ല് ചെയ്തു. നമ്മളൊരു 9-10 ലക്ഷം രൂപ അവിടുത്തെ നമ്മൾ തന്നെ നാട്ടുകാർ പിരിവിട്ട് പണി തുടങ്ങിയതാണ്. അതവിടെ നിർത്തിച്ചിട്ട് അവർ കൊണ്ടുവന്ന് അവർ പാലം കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അനക്കമൊന്നുമില്ല. ഇത് അനുഭവിക്കുന്ന ജനങ്ങളല്ലേ, അക്കരെ ഉള്ള ആൾക്കാർ. ഇപ്പം ഒട്ടുമിക്ക വീട്ടിലും ഇപ്പം സാമ്പത്തികം കുറവുള്ള ആൾക്കാരാണ്. സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാലും വെളിയിലിറങ്ങാൻ പറ്റത്തില്ലല്ലോ. സാമ്പത്തികം കുറവുള്ള ആൾക്കാർ അവർക്കിങ്ങനെ ഈ പെട്ടെന്ന് ഒരു അരിയോ സാധനങ്ങളോ വേണ്ട വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു മാർഗ്ഗമില്ല. 2018 അതുവഴി റോപ്പ് കെട്ടി അക്കരെ കയറ്റുമായിരുന്നു. അത് വെച്ചാൽ ഇപ്പോൾ ഇനി സാധ്യമാകുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ 1-2 വീട്ടുകാർക്ക് വേണ്ടി ആരും അരി കൊണ്ട് കൊടുക്കത്തില്ല. അപ്പോൾ വരുമ്പം ഓരോരോ ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നാടിൻ്റെ അവസ്ഥ. ശരിക്കും ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു നാടാണ് ഈ അറയാഞ്ഞിലിമണ്ണ് എന്ന് പറയുന്നത്. ഏകദേശം 100 വീട്ടുകാരോളം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇവരെ ഇങ്ങനെ അവഗണിക്കുന്ന എന്താണെന്ന് അറിയത്തില്ല. ഈ ഒരു പാലം ഇച്ചിരി ഹൈറ്റിൽ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നേനെ. ഒരു ആശുപത്രി കേസ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല, അവിടെ പെട്ട് കിടക്കുകയാണെന്നേ ഉള്ളൂ.